ഇപ്പോഴും റൂൾ ചേഞ്ചസോ കാര്യങ്ങളോ മനസ്സിലാക്കാതെ വിസ ആപ്ലിക്കേഷൻ സ്വന്തം സബ്മിറ്റ് ചെയ്തിട്ട് റിഫ്യൂസൽ വരുന്ന ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് റിഫ്യൂസൽ വന്ന ശേഷമായിരിക്കും ഏതെങ്കിലും ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സിനെ ഇവർ കോൺടാക്ട് ചെയ്യുക. മെയിൻലി കെയർ വിസ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ കെയർ സെക്ടറിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഇവർ മനസ്സിലാക്കാതെയാണ് ഈ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സെക്ടറിൽ വന്ന ചേഞ്ചസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 12 മാർച്ച് 2025 വന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ ഒരു കെയർ സെക്ടർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, കെയർ സെക്ടറിൽ നടക്കുന്ന ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ്, അതായത് കെയർ വിസയിൽ എൻട്രി ക്ലിയറൻസിൽ വന്ന ആൾക്കാരും അതുപോലെ തന്നെ ഓൾറെഡി UK-യിലുള്ള കാൻഡിഡേറ്റ്സ് കെയർ വിസ എടുത്തു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് പുവർ പേ, വർക്കിംഗ് കണ്ടീഷൻ, ഇൻസഫിഷ്യന്റ് അവേഴ്സ്, അക്കോമഡേഷൻ, അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് വർക്കർ. പല സമയത്തും വിസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രോപ്പർലി അവേഴ്സ് കൊടുക്കാതെ ഒരു 1-2 മാസം നിർത്തിയിട്ട് അവരുടെ CEOs വിഡ്രോൺ ചെയ്ത ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. സോ ഈ എക്സ്പ്ലോയിറ്റേഷൻസ് കുറക്കാനും അതുപോലെ തന്നെ ഇതുപോലെ എഫക്റ്റഡ് ആയിട്ടുള്ള കെയർ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് UK ഗവൺമെന്റ് റീജിയണൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊരു എക്സ്പ്ലനേഷൻ മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. അതായത് റീജിയനിലെ കെയർ വർക്കേഴ്സ് ഇതുപോലെ എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ റീജിയണൽ പാർട്ണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാം. സോ ദേ വിൽ ഗൈഡ് യു, ദേ വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ന്യൂ സ്പോൺസർ, അങ്ങനെ ദേ വിൽ ഗിവ് യു കൗൺസിലിംഗ്. ഇങ്ങനെ പല രീതിയിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ പറയാൻ പോകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ റിഗാർഡിംഗ് കെയർ വർക്കേഴ്സിന്റെ റൂൾ വന്നത് April 9, 2025 April 9 ശേഷം കെയർ പ്രൊവൈഡേഴ്സ് ഒരു കെയറിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന കെയർ ഹോമിൽ 3 മാസം ജോലി ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ 3 മാസം വർക്ക് ചെയ്തതിൻ്റെ എവിഡൻസ്, അതായത് 3 മാസത്തെ പേ സ്ലിപ്പ്, 3 മാസം സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ പേ ഏതിലേക്കാണോ ഏത് അക്കൗണ്ടിലേക്കാണോ പോയത് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 3 മാസത്തെ, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രൊസീഡിങ്സിന്റെ പ്രൂഫ്, അതായത് നിങ്ങളുടെ കോൺട്രാക്ട്, ഇന്റർവ്യൂ സക്സസ്ഫുൾ, ഇമെയിൽസ്, അങ്ങനെ ഇതൊക്കെ എവിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് നിങ്ങളൊരു കെയർ ഹോമിന് ഇതുപോലെ പ്രോപ്പർ അവേഴ്സ് കിട്ടുന്നില്ല, നിങ്ങൾ ഈ പറയുന്ന റീജിയണൽ പാർട്ണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കെയർ പ്രൊവൈഡേഴ്സിനെ ആ റീജിയണൽ പാർട്ണർഷിപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ അവിടുന്ന് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ US സ്പോൺസർ നോട്ടായിട്ട് മെൻഷൻ ചെയ്യണം, അതായത് ഈ പറയുന്ന റീജിയണൽ പാർട്ണർഷിപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു 3 മാസം വർക്ക് ചെയ്തിട്ടില്ല, നിങ്ങളൊരു റീജിയണൽ പാർട്ണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ വേറൊരു കെയർ ഹോമിൽ സ്കിൽ വർക്കർ വിസയിൽ കെയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ നിങ്ങളുടെ വിസ കർട്ടെയിൽഡ് ആയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പറയുന്ന പുതിയ സ്പോൺസറിന് നിങ്ങൾ അവിടുന്ന് ചൂസ് ചെയ്യാം. അതും സ്പോൺസർ നോട്ടിൽ മെൻഷൻ ചെയ്യണം. ഡിസ്പ്ലേസ്ഡ് വർക്കർ, അതായത് ഓൾറെഡി ഒരു വിസയിലായിരുന്നു, ആ വിസയിൽ നിന്നും കർട്ടെയിൽമെന്റ് വന്നുകൊണ്ടാണ് ഈ ഒരു കെയർ ഹോമിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് സ്പോൺസർ നോട്ട് കൊടുത്തിരിക്കണം. ഈ ഒരു ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഹോം ഓഫീസിൽ നിങ്ങൾക്കൊരു കറസ്പോണ്ടൻസ് എൻക്വയറി വരും എന്ന ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റിഫ്യൂസ് ചെയ്യും. സോ എന്ത് ഇമിഗ്രേഷൻ സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് പ്ലീസ് ഗെറ്റ് എ പ്രോപ്പർ അഡ്വൈസ്.